കഴിഞ്ഞ പ്രാവശ്യം വാർണിഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ ഞാൻ സ്പ്രേ വാർണിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിനെ പറ്റിയിട്ട് 2 പോയിന്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയി. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പൺ സ്പേസിൽ വെച്ചിട്ട് യൂസ് ചെയ്യുക. അതായത് റൂമിൽ വീടിനകത്ത് വെച്ച് ചെയ്യാതെ വീടിന് പുറത്ത് വെച്ച് ചെയ്യുക. ആസ് ഇൻ ബാൽക്കണി പോയിട്ടോ നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുക. അല്ലാണ്ട് അകത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭയങ്കര സ്ട്രോങ് ഓർഡറാണ് ഇതിനുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ചിലർക്ക് ഇത് ഹെഡേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കും. എനിക്കിഷ്ടമല്ല അതിൻ്റെ സ്മെല്ല്. നമുക്ക് അതിനെ അടിക്കിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് ഇത് യൂസ് ചെയ്യാന്നല്ലാതെ എനിക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് തീരെ സഹിക്കില്ല. പക്ഷേ അതേസമയം നമ്മൾ പിക്ചർ വാർണിഷിൽ ഇത്ര സ്ട്രോങ് സ്മെല്ലല്ല കേട്ടോ. അത് കുറച്ചും കൂടി മൈൽഡാണ്. ഇത്ര ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ പേപ്പറിൽ വാർണിഷ് അടിക്കാൻ പറ്റും. നമ്മൾ പേപ്പറിൽ ഡ്രോയിങ് ബുക്കിൻ്റെ പേപ്പറിൽ ആക്രിലിക് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വാർണിഷ് യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊരു ചോദ്യം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2-3 വീഡിയോസ് മുന്നേ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പെയിൻറ്റിങ് എങ്ങനെ ഫീൽഡിൽ നിന്ന് ഫ്രെയിം ചെയ്യാന്നുള്ള രീതിക്ക് എങ്ങനെയാണ് നമുക്ക് സ്വയം സെൽഫായിട്ട് ഫ്രെയിം ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫ്രെയിം പേപ്പറിൽ ചെയ്യാൻ പറ്റുമോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഞാൻ ഈ വീഡിയോ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ കാണാം. ആദ്യം നമുക്ക് ഈ പെയിൻറ്റിങ് വാർണിഷ് അടിച്ചു നോക്കാം. അപ്പം ഈ പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ സെഷനൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. അപ്പം ഇത് വാർണിഷ് അടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. ക്യാമലിൻ്റെ വാർണിഷുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പം കണ്ടോ, നിങ്ങൾക്ക് വേർട്ടിക്കലി നേരത്തെ അപ്ലൈ ചെയ്തപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷെയ്ഡ് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പെയിൻറ്റിങ്ങിൻ്റെ പേപ്പറിൽ ചെയ്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു സൈഡ് ഡയറക്ഷനിൽ വ്യൂ എടുത്ത് കാണിക്കണം. അപ്പം നിങ്ങൾക്ക് കാണാം ടോപ്പ് സൈഡിൽ കണ്ട ഒരു കളർ ചേഞ്ച് വന്നത് കുറച്ചും കൂടി കളർ വൈബ്രൻറ്റും ബ്രൈറ്റും ആയിട്ടില്ലേ താഴത്തെ തന്നെ കാട്ടും. വാർണിഷ് അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പം വാർണിഷ് അടിച്ച് എനിക്ക് മേജറായിട്ടൊരു ഡിഫറൻസ് തോന്നി ഇത് മാത്രമാണ് ഈ ഒരു കേസിൽ. വലിയ ഗ്ലോസിനെസ് അങ്ങനെ ആ ഒരു ചേഞ്ചൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പം നല്ല കളറിന് നല്ലൊരു വൈബ്രൻസി വന്നു നമ്മൾ പേപ്പറിൻ്റെ മുകളിൽ വാർണിഷ് അടിച്ചപ്പം. അപ്പോൾ നമ്മൾ വാർണിഷ് അടിച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ്റിങ്. ഇനി നമുക്കിത് ഫ്രെയിം ചെയ്യാം. ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് തിക്കായിട്ടുള്ള കാർഡ്ബോർഡ്, ഭയങ്കര തിന്നല്ല, ഒരു തിക്കായിട്ടുള്ള കാർഡ്ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ സൈസിലാണ് ബോർഡർ വേണ്ടത്, ലെങ്ത്ത് വേണ്ടതെന്നൊക്കെ പെയിൻറ്റിങ് വെച്ചിട്ട് തന്നെ മെഷർ ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കണം. മെഷർമെൻറ്റ്സിൽ സെറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഇതിൻ്റെ ജോയിൻ്റ് ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് എടുക്കുക. കുറച്ച് എന്താ പറയുക ഹാർഡായിട്ടുള്ള ഇങ്ങനെ ബെൻഡൊന്നും ആവാത്ത സൈസ് കാർഡ്ബോർഡ് എടുക്കുക. അപ്പോൾ അങ്ങനത്തെ കാർഡ്ബോർഡ് ആകുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ല സ്ട്രോങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് കളിക്കും ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ളതാണെങ്കിൽ സ്റ്റേൺ ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ഹാർഡായിട്ടുള്ള കാർഡ്ബോർഡ് എടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ നൈഫൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ ദയവ് ഇത് ചെയ്യാതിരിക്കുക. നിങ്ങളെ പാരൻസ് സപ്പോർട്ട് ചെയ്യും, അവർ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് ഒരു പീസ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നോക്കുകയാണ്. ഇതൊന്നുമില്ല, ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ലെങ്ത്തിൽ ഒരു പീസ് എക്സ്ട്രാ അപ്പുറത്തും ഇപ്പുറത്തും ബോർഡർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈസിൽ 1.5 ആണ് ലെഫ്റ്റിലും റൈറ്റിലും എക്സ്ട്രാ വിട്ടത്. എന്നാൽ എക്സ്ട്രാ കുറച്ച് പുറത്തേക്ക് വിട്ടെങ്കിലല്ലേ നമുക്ക് ആ താഴെ നിന്ന് ഒരു പീസ് വന്നിട്ട് ആ കണക്ഷൻ ജോയിൻ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ 4 പീസ് റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ സൈഡുകൾ സ്ലാൻഡിങ്ങിൽ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പൊസിഷൻസ് നോക്കുക, ഓരോ പീസിൻ്റെയും എങ്ങനെയാണ് സ്ലാൻഡിങ്സ് വെട്ടിയിരിക്കുന്നതെന്ന്. അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. കഴിഞ്ഞ ഫ്രെയിമിങ്ങിലും അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ആ സ്ലാൻഡിങ് കറക്റ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് കറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ 4 പീസിനകത്ത് നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ ഈ ബ്ലൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി പെയിൻറ്റിങ് എടുത്ത് വെക്കുക ഒരു ബ്ലാക്ക് ഷെയ്ഡ് ടോൺ കൊടുത്താലാണ്.
അപ്പം ഇത് ജസ്റ്റ് നമ്മൾ മറ്റേ ഫ്രെയിം ചെയ്ത പോലെ തന്നെ ഡാബ് ചെയ്യുക സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. അപ്പം പ്രോപ്പറായിട്ട് നമുക്ക് 4 പീസിൻ്റെ മുകളിലും ഇത് ബ്ലാക്ക് കളർ, ഇപ്പം ഞാനിവിടെ ബ്ലാക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കിനി വേറെ കളറാണ് പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. അപ്പോൾ അതിന് ഫുള്ള് ബ്ലാക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് വേറെ 2 ആൾക്കാരെ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വരാം. അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് 2 കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ശരിക്കും കുറേ നേരം കേട്ടിരുന്നു. അങ്ങനെയല്ല, കാരണം അവർ ചെയ്യുന്നതും അടിപൊളിയായിട്ടാണ്. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അതാണ് സൂപ്പറായത്. കാരണം ഇത്ര ചെറിയ കുട്ടികൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ മലയാളത്തിലല്ല പറയുന്നത്, തമിഴിലാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, അവരൊരു ഓരോ കാര്യവും എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത് ശരിക്കും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊക്കെ എവിടെ കിടക്കുന്നു, അവരെവിടെ കിടക്കുന്നു, എന്നെക്കാട്ടും എത്രയോ നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമുക്ക് അവരെ കണ്ടിട്ട് വരാം. இன்னைக்கு பண்ண போற பாட்டில் ஆர்ட் வந்து ஒரு பீகாக்கோட நெக் நம்ம ரெடி பண்ணியாச்சு. இது வந்து ட்ரை ஆனதுக்கு அப்புறம் பீகாக் കളർ എന്നവോ അതേമാതിരി. അപ്പോൾ ഇത് ഇവരുടെ ഫുൾ ഡെമോൺസ്ട്രേറ്റഡ് വീഡിയോസ് ഉണ്ട്. കുറേ വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസ് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും നല്ലപോലെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക. നല്ല നല്ല വീഡിയോസ്, ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ ഭയങ്കര ടാലൻ്റാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവട്ടെ ഈ കുട്ടികൾക്ക്. ഒരുപാടധികം വീഡിയോസ് ഈ കുട്ടികൾക്ക് ഇടാൻ പറ്റട്ടെ. നല്ല അടിപൊളി ഐഡിയാസൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ 4 പീസ് ഫുള്ള് ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കി വെച്ചു. അത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് ആക്കിയിട്ടില്ല, ഫ്രണ്ടിൽ കാണുന്ന വ്യൂവിൽ വരുന്ന സൈഡിൽ മാത്രമേ ഞാൻ ബ്ലാക്ക് അടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഫയൽ. അപ്പം ഈ ഫയലാണ് നമ്മൾ ഗ്ലാസ്സിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഗ്ലാസ് അല്ല യൂസ് ചെയ്യുന്നത്, ഗ്ലാസ് പോലെ തോന്നിക്കുന്ന വേറൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്ലാസ് ആക്കിയിട്ട് ഗ്ലാസ് അല്ല, ആ ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വേണ്ടാത്ത ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 4 സൈഡിലും ഗ്ലൂ ആക്കിയിട്ട്, ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് 4 സൈഡിലും ഈ ഫ്രെയിം പോലത്തെ നമ്മൾ ഉണ്ടാക്കിയ പീസുകളെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ജസ്റ്റ് ആ പെയിൻറ്റിങ് റിമൂവ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇതെങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാവുക പെയിൻറ്റിങ് ഇല്ലാതെ. അപ്പോൾ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പം പെയിൻറ്റിങ് ഇട്ടാൽ മതി, വേണ്ടത്തപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. കാരണം ഫയലല്ലേ, നമ്മൾ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടിരിക്കണം, 2 സൈഡ് ഇതിൻ്റെ ഓപ്പൺ ആക്കിയിടാം. പക്ഷേ ഒരു സൈഡ് പിന്നെ നമുക്കിത് ഒട്ടിച്ചൊക്കെ സെറ്റായതിന് ശേഷം ഒട്ടിച്ച് കളയാം. നമ്മൾ മൗണ്ടിങ് ടേപ്പ് ഒട്ടിക്കുകയാണ്. ഇത് ചുമരുമ്പിലേക്ക് വാളിലേക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗണ്ടിങ് ടേപ്പ് ഒട്ടിക്കുകയാണ്. മൗണ്ടിങ് ടേപ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, 2 സൈഡിലും ഗ്ലൂ ഉള്ള ടേപ്പ്. ഈ ഗ്രീൻ ഭാഗം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒട്ടിക്കുന്ന സ്റ്റിക്കി ഏരിയ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സൈഡ് ഓപ്പൺ ആയതിനെക്കൊണ്ട് ഇത് കംപ്ലീറ്റ്, ഇതിപ്പോൾ ഫ്രെയിം റെഡിയായി. ഇനി ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പെയിൻറ്റിങ് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് വെക്കാം. കണ്ടോ, ഇത് കണ്ടോ, നമുക്ക് ഒരു സൈഡ് 2 സൈഡ് ഇപ്പോൾ ഇപ്പം 2 സൈഡ് ഓപ്പൺ ആണ്. നമ്മളിത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡ് ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാൽ മതി, അത് കാണാത്ത രീതിയിൽ ഒട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഓൾമോസ്റ്റ് ഗ്ലാസ് തന്നെ വെച്ച പോലെ തന്നെ ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോൾ സീലിംഗ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു അത് എളുപ്പത്തിൽ അവൈലബിൾ അല്ല, അവർക്ക് കയ്യിലില്ല. അപ്പോൾ ഈ കാർഡ്ബോർഡൊക്കെ ആകുമ്പോൾ എന്തായാലും എല്ലാവരുടെ കയ്യിലും കാണൂലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ.